അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നീ ക്ഷീണിച്ചിരിക്കാം, നീ മൗനമായി കരഞ്ഞിരിക്കാം, നീ ആരോടും പറയാത്തൊരു ചോദ്യം ഉള്ളിൽ സൂക്ഷിച്ചിരിക്കാം. അല്ലാഹു എന്നെ ഉപേക്ഷിച്ചതാണോ? ഈ ചോദ്യം പാപമാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് നീ ഇതുവരെ ഇതാരോടും പറഞ്ഞില്ല. പക്ഷേ ഒരു സത്യം ഞാൻ പറയാം. അല്ലാഹു വിട്ടുപോയിരുന്നെങ്കിൽ ഈ ചോദ്യം പോലും നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകില്ലായിരുന്നു. നീ നമസ്കാരം ചെയ്യുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്, പാപങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും ദുആകൾക്ക് ഉത്തരമില്ല, ഹൃദയം ശൂന്യം. ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല. ഇത് ഈ ഉമ്മത്തിലെ ലക്ഷക്കണക്കിന് ഹൃദയങ്ങളുടെ മൗനവേദനയാണ്. പക്ഷേ ഇതാരും തുറന്നു പറയുന്നില്ല. ഇന്ന് നമ്മൾ ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം ഇതാണ്: അല്ലാഹു നമ്മെ ഉപേക്ഷിച്ചതാണോ, അല്ലെങ്കിൽ നമ്മൾ തന്നെയാണോ ക്ഷീണിച്ച് അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാത്തത്? സൂറത്തുൽ അൽ ബക്കറയിൽ 2:186 പറയുന്നു, എന്റെ ദാസൻ എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവനോട് വളരെ അടുത്താണ്. അപ്പോൾ അല്ലാഹു അടുത്താണ് എങ്കിൽ ദൂരം എവിടെയാണ്? ഈ വീഡിയോ നിനക്ക് ഉപദേശം നൽകാൻ വേണ്ടിയല്ല, നിന്റെ തെറ്റുകൾ എണ്ണാൻ വേണ്ടിയല്ല. ഇത് ക്ഷീണിച്ച ഹൃദയങ്ങൾക്ക് ഒരു വിശ്രമമാണ്. ഇത് ദൂരെ പോയെന്ന് തോന്നുന്നവർക്ക് ഒരു തിരിച്ചുവരവാണ്. നീ പൂർണ്ണനാകേണ്ട, നീ ശക്തനാകേണ്ട, നീ കരയാതിരിക്കേണ്ട, നീ സത്യസന്ധനായാൽ മതി. അല്ലാഹു നമ്മെ ഉപേക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അവനെ വീണ്ടും എങ്ങനെ അനുഭവിക്കും? ഒരു സൂഫി കഥ. ഒരിക്കൽ ഒരു യുവാവ് വളരെ ഭാരമുള്ള ഹൃദയത്തോടെ ഒരു സൂഫി ഷൈഖിന്റെ അടുക്കൽ വന്നു. അവൻ പറഞ്ഞു, ഷൈഖേ, എനിക്ക് തോന്നുന്നു അല്ലാഹു എന്നിൽ നിന്ന് ദൂരത്താണെന്ന്. ഷൈഖ് പുഞ്ചിരിച്ചു, ഒന്നും മറുപടി പറഞ്ഞില്ല. അവനെ രാത്രിയിൽ പുറത്തേക്ക് കൊണ്ടുപോയി. ആകാശം നക്ഷത്രങ്ങൾ നിറഞ്ഞത്. ഷെയ്ഖ് ചോദിച്ചു, നിനക്ക് നക്ഷത്രങ്ങൾ കാണുന്നുണ്ടോ? ഉണ്ട്, യുവാവ് പറഞ്ഞു. ഷെയ്ഖ് വീണ്ടും ചോദിച്ചു, പകൽ സമയത്ത് നക്ഷത്രങ്ങൾ എവിടെയാകും? യുവാവ് പറഞ്ഞു, അവിടെത്തന്നെ ആയിരിക്കും, പക്ഷേ കാണാൻ കഴിയില്ല. ഷെയ്ഖ് ശാന്തമായി പറഞ്ഞു, അല്ലാഹുവുമായുള്ള ബന്ധവും അതുപോലെ തന്നെയാണ്. നീ അവനെ അനുഭവിക്കുന്നില്ല എന്നത് അവൻ ദൂരമായതല്ല, നിന്റെ ഹൃദയത്തിൽ പ്രകാശം മങ്ങിപ്പോയതാണ്. യുവാവ് ചോദിച്ചു, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഷെയ്ഖ് പറഞ്ഞു, പ്രകാശം വീണ്ടും കൊണ്ടുവരിക. ചെറിയ ദിക്റ്, ചെറിയ കണ്ണീർ, ചെറിയ സത്യസന്ധത. യുവാവിന്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. അവൻ മനസ്സിലാക്കി, ദൂരം അല്ലാഹുവിൽ നിന്നല്ല, അത് നമ്മിൽ നിന്നാണ്. അല്ലാഹു ഒരാളെ ഉപേക്ഷിക്കുമോ? ഇസ്ലാമിൽ ഒരടിസ്ഥാന സത്യമുണ്ട്: അല്ലാഹു തന്റെ ദാസനെ ഉപേക്ഷിക്കുന്നവനല്ല. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് പരീക്ഷയ്ക്കു വേണ്ടിയാണ്, ഉപേക്ഷിക്കാൻ വേണ്ടിയല്ല. നമ്മൾ ഉപേക്ഷിച്ചു എന്നു പറയുന്നത് സാധാരണയായി അനുഭവിക്കുന്നത് അല്ലാഹുവിന്റെ അഭാവമല്ല, പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് സംഭവങ്ങൾ നടക്കാതാകുന്നതാണ്. ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കുന്നു എന്നു തോന്നുമ്പോൾ, ദ്വാരങ്ങൾ അടയുന്നതായി അനുഭവിക്കുമ്പോൾ നമ്മൾ ഉടൻ കരുതും, അല്ലാഹു എന്നെ വിട്ടുപോയി എന്ന്. പക്ഷേ ഖുർആൻ നമ്മോട് പറയുന്നു, അല്ലാഹു തന്റെ ദാസന്മാരോട് അനീതിയൊന്നും ചെയ്യുന്നില്ല. അവൻ അടയ്ക്കുന്ന ദ്വാരങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയല്ല, സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പലപ്പോഴും നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം നമുക്ക് തന്നെ ഹാനികരമായിരിക്കാം, പക്ഷേ അത് നമ്മൾ അറിയില്ല, അല്ലാഹു അറിയുന്നു. ഒരു മാതാവ് കുഞ്ഞ് കരഞ്ഞാലും തീപ്പൊരി കയ്യിൽ കൊടുക്കില്ല. അവൾ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നില്ല, സംരക്ഷിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ ഇല്ല, ഉപേക്ഷണമല്ല, കരുണയാണ്. അല്ലാഹു ഒരാളെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അവനെ തൗബയിലേക്ക് വിളിക്കില്ലായിരുന്നു. അവന്റെ ഹൃദയം പശ്ചാത്താപത്തോടെ നിറയില്ലായിരുന്നു. അവൻ ദുആ ചെയ്യാൻ പോലും ആഗ്രഹിക്കില്ലായിരുന്നു. നീ ഇന്നും കണ്ണീർ കൊണ്ട് അല്ലാഹുവിനെ വിളിക്കുന്നുണ്ടെങ്കിൽ, നീ ഇന്നും നമസ്കാരത്തിലേക്ക് തിരിയുന്നുണ്ടെങ്കിൽ, അതുതന്നെയൊരടയാളമാണ് അവൻ നിന്നെ വിട്ടുപോയിട്ടില്ല. പലപ്പോഴും അല്ലാഹു നമ്മെ മാറ്റി വളർത്തുകയാണ്. ചില മൗനങ്ങൾ ശിക്ഷയല്ല, പരിശീലനമാണ്. അല്ലാഹു ഒരാളെ ഈ ലോകത്ത് ഒറ്റയ്ക്കാക്കാം, പക്ഷേ അവന്റെ കരുണയിൽ നിന്ന് ഒറ്റയ്ക്കാക്കുന്നില്ല. അവന്റെ കരുണ നമ്മുടെ പാപങ്ങളെക്കാൾ വലിയതാണ്. അതുകൊണ്ട് ഇന്ന് നീ അനുഭവിക്കുന്ന ദൂരം അവന്റെ അഭാവമല്ല. അത് നിനക്ക് അവന്റെ സാന്നിധ്യം കൂടുതൽ തിരിച്ചറിയാൻ അവനൊരുക്കുന്നൊരു ഘട്ടമായിരിക്കാം. അടുത്ത് എന്നതിന്റെ യഥാർത്ഥ അർത്ഥം ഖുർആൻ പറയുന്നു, അല്ലാഹു അടുത്താണ് എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരുടെ അടുത്ത് എന്ന ഭൗതിക അർത്ഥമല്ല. അല്ലാഹു സൃഷ്ടികളിൽ ഒരാളല്ല. സ്ഥലം, ദൂരം, സമയങ്ങൾ അവന് നിയന്ത്രിക്കുന്നില്ല. അതിനാൽ അടുത്ത് എന്നത് അവന്റെ കരുണയിലൂടെയും അറിവിലൂടെയും ശ്രദ്ധയിലൂടെയുമുള്ള അടുപ്പമാണ്. നമ്മൾ മനുഷ്യർക്ക് ഒരാൾ അടുത്തുണ്ടെന്ന് പറയുമ്പോൾ അവൻ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ, എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നതാണ് അളവ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ അടുപ്പമെന്നത്
നിന്റെ ഉള്ളിലെ ചിന്ത പറയുന്നതിനു മുമ്പറിയുന്ന അത്ര അടുത്ത്, നിന്റെ കണ്ണുനീർ വീഴുന്നതിനു മുമ്പ് അതിനുള്ള കാരണമറിയുന്ന അത്ര അടുത്ത്, നീ മൗനത്തിൽ പോലും വിളിക്കുമ്പോൾ കേൾക്കുന്നത്ര അടുത്ത്. അള്ളാഹുവിന്റെ അടുപ്പം ശബ്ദമുയർത്തിയാൽ മാത്രം കിട്ടുന്നതല്ല, ഹൃദയം സത്യസന്ധമായാൽ അത് തന്നെ മതിയാവും. പലപ്പോഴും നമ്മൾ കരുതും, ഞാൻ വലിയ ഇബാദത്ത് ചെയ്താൽ അള്ളാഹു അടുത്താവുമെന്ന്. പക്ഷെ ഖുർആൻ പറയുന്നു, അള്ളാഹു അടുത്താവുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ അളവിനല്ല, ഹൃദയത്തിന്റെ സത്യസന്ധതക്കാണ്. ഒരു വാക്കില്ലാത്ത കണ്ണുനീർ ചിലപ്പോൾ 1000 വാക്കുകളേക്കാൾ അവന്റെ അടുത്തേക്കെത്തും. അടുത്ത് എന്നത് നമ്മൾ അവനെ കാണുന്നതല്ല, അവൻ നമ്മെ കാണുന്നു എന്ന ബോധമാണ്. നീ ഒറ്റക്കാണെന്ന് നിനക്ക് തോന്നുന്ന നിമിഷത്തിൽ നിനക്കുള്ളിലൊരാശ്വാസമുണ്ടെങ്കിൽ അത് തന്നെ അള്ളാഹുവിന്റെ അടുപ്പത്തിന്റെ അനുഭവമാണ്. അള്ളാഹു അടുത്താണെന്നത് നമ്മൾ എവിടെയാണെന്നതുമായി ബന്ധമുള്ളതല്ല, നമ്മുടെ ഹൃദയം അവനോടെത്ര തുറന്നിരിക്കുകയാണ് എന്നതുമായി ബന്ധമുള്ളതാണ്. അതിനാൽ നീ പൂർണ്ണനായിരിക്കേണ്ട, നീ പാപരഹിതനായിരിക്കേണ്ട, നീ ഒരിക്കലും വീഴാത്തവനാകേണ്ട, നീ തിരിച്ചുവരുന്നവനാകണം. അള്ളാഹുവിന്റെ അടുപ്പം വിശുദ്ധരുടെ മാത്രം അവകാശമല്ല, തകർന്ന ഹൃദയങ്ങൾക്കാണ് അതേറ്റവും അടുത്തനുഭവപ്പെടുന്നത്. ഈമാൻ ഉയരും, ഈമാൻ താഴും. ഈമാൻ ഒരു സ്ഥിരാവസ്ഥയല്ല, അതൊരിക്കൽ ലഭിച്ചാൽ അതേ നിലയിൽ തുടരുന്നൊരു വികാരവുമല്ല. ഈമാൻ ജീവിച്ചിരിക്കുന്ന ഒന്നാണ്. അതിനാൽ അത് ശക്തമാകാം, അത് ക്ഷീണിക്കാം. സഹാബികൾ പോലും ഈമാൻ ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടെന്ന് സ്വീകരിച്ചവരാണ്. ഈമാൻ ഉയരുമ്പോൾ ഇബാദത്ത് ലളിതമാകും, ദുആ സംസാരമായി മാറും, ഖുർആൻ ഹൃദയത്തോട് സംസാരിക്കുന്നതായി തോന്നും. പക്ഷേ ഈമാൻ താഴുമ്പോൾ അതേ കാര്യങ്ങൾ ഭാരമായി അനുഭവപ്പെടും. ഇവിടെ ഒരു പ്രധാന സത്യമുണ്ട്. ഈമാൻ താഴുന്നത് അള്ളാഹു നമ്മെ വിട്ടുപോയതിന്റെ അടയാളമല്ല, പക്ഷേ നമ്മുടെ ഹൃദയം വിശ്രമം തേടുന്നൊരു ഘട്ടത്തിന്റെ അടയാളമാണ്. ഈമാൻ എല്ലായ്പ്പോഴും ഉയർന്ന നിലയിൽ നിലനിർത്തുക മനുഷ്യനിൽ നിന്ന് അള്ളാഹു പ്രതീക്ഷിക്കുന്നില്ല. അവൻ നമ്മളോട് അപരാജിതരാകാനല്ല, തിരിച്ചുവരുന്നവരാകാനാണ് ആവശ്യപ്പെടുന്നത്. ഈമാൻ താഴുമ്പോൾ 2 വഴികളുണ്ട്. ഒന്ന്, എനിക്ക് ഈമാൻ ഇല്ല എന്ന് കരുതി എല്ലാം ഉപേക്ഷിക്കുക. രണ്ടാമത്, ഇതൊരു ഘട്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് ചെറുതെങ്കിലും പിടിച്ചു നിൽക്കുക. ഇസ്ലാം രണ്ടാമത്തെ വഴിയെയാണ് നമ്മോട് പഠിപ്പിക്കുന്നത്. ഈമാൻ താഴുമ്പോൾ ചെറിയ അമലുകൾ വളരെ വിലയേറിയവയാകും. ഒരു നിസ്കാരം, ഒരു സലാം, ഒരു യാ അല്ലാഹ് എന്ന വിളി, ഇവ ഈമാൻ വീണ്ടും ഉയരാൻ തുടങ്ങുന്ന ആദ്യ പടികളാണ്. ഈമാൻ താഴുന്ന സമയത്ത് അള്ളാഹു നമ്മെ തള്ളുന്നില്ല, അവൻ നമ്മെ കാണുന്നു, നമ്മുടെ ശ്രമം വിലമതിക്കുന്നു. ഈമാൻ ഉയരുന്നത് വലിയ പ്രവർത്തനങ്ങളിലൂടെയല്ല, തുടർച്ചയിലൂടെയാണ്. അതിനാൽ ഇന്ന് നിനക്ക് ഇബാദത്ത് ഭാരമായി തോന്നുന്നുവെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തരുത്. ഇത് അവസാനമല്ല, ഇതൊരു ഉയർച്ചയ്ക്കു മുമ്പുള്ള ശാന്തമായ ഇടവേളയായിരിക്കാം. നമ്മൾ ദൂരെയാവുന്ന ചെറിയ കാര്യങ്ങൾ. പലപ്പോഴും നമ്മൾ അള്ളാഹുവിൽ നിന്ന് ദൂരമായി പോകുന്നത് വലിയ പാപങ്ങൾ കൊണ്ടല്ല, ചെറിയ അവഗണനകളാണ് വലിയ ദൂരങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇതൊരു ദിവസം കൊണ്ടല്ല, പതിയെ പതിയെ നമ്മൾ ശ്രദ്ധിക്കാതെ. ആദ്യം ഒരു നിസ്കാരം വൈകും, പിന്നീട് വൈകിയതിൽ കുറ്റബോധം കുറയും, പിന്നീട് വിട്ടുപോയാലും ഹൃദയം വിങ്ങാതെ വരും. ഇവിടെ അള്ളാഹു മാറിയിട്ടില്ല, മാറിയത് നമ്മുടെ പ്രതികരണമാണ്. ചെറിയ സുന്നത്തുകൾ അവഗണിക്കപ്പെടുമ്പോൾ ഹൃദയത്തിന്റെ മൃദുത്വം പതിയെ കുറയും. ഒരു ബിസ്മില്ലാഹ് പറയാതിരിക്കുക, ഒരു സലാം അവഗണിക്കുക, ഒരു ദുആ പിന്നെ നോക്കാം എന്നു മാറ്റിവെക്കുക. ഇവയൊന്നും പാപങ്ങളുടെ പട്ടികയിൽ വലിയതല്ല, പക്ഷേ ബന്ധങ്ങളുടെ പട്ടികയിൽ വളരെ വലുതാണ്. അള്ളാഹുവുമായുള്ള ബന്ധം ഒരു കയറുപോലെയാണ്. ദൂരം വരുന്നത് ഒരൊറ്റ മുറിവിലൂടെയല്ല, ചെറിയ ചെറുനാരുകൾ തുടർച്ചയായി പൊട്ടുന്നതിലൂടെയാണ്. ഹൃദയം കഠിനമാകുന്നത് ഒരു പാപം കൊണ്ടല്ല, തൗബയെ വൈകിപ്പിക്കുന്ന ശീലത്തിലൂടെയാണ്. പിന്നെ മാപ്പു ചോദിക്കാം എന്നു പറയുന്നത് ഹൃദയത്തെ ഉറപ്പില്ലാത്തതാക്കും. അള്ളാഹു നമ്മിൽ നിന്ന് പൂർണ്ണത ആവശ്യപ്പെടുന്നില്ല, സൂക്ഷ്മതയാണ് ആവശ്യപ്പെടുന്നത്. നീ വലിയ പാപങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാകാം, പക്ഷേ ഹൃദയം വരണ്ടതായി തോന്നുന്നുവെങ്കിൽ ഇത് ചോദിക്കണം, ഞാൻ ചെറുതെന്നു കരുതി എന്തെല്ലാം വിട്ടുപോയി. അള്ളാഹുവിൽ നിന്ന് ദൂരം തോന്നുന്നത് ശിക്ഷയല്ല, അതൊരു അലാറമാണ്, തിരിച്ചുവരാനുള്ള വിളി. ചെറിയ കാര്യങ്ങൾ തിരിച്ചുപിടിച്ചാൽ ദൂരം വലിയ വേഗത്തിൽ കുറയാൻ തുടങ്ങും. ഒരു ചെറിയ ദുആ, ഒരു സലാം, ഒരു നന്ദി, ഇതൊക്കെയാണ് വലിയ അടുപ്പത്തിന്റെ ആദ്യ ചുവടുകൾ. അള്ളാഹുവിന്റെ മൗനം ഒരു പരീക്ഷ. പലർക്കും ജീവിതത്തിലെ ഏറ്റവും കഠിനമായ നിമിഷം പ്രശ്നങ്ങൾ വരുമ്പോഴല്ല, ദുആ ചെയ്തിട്ടും ഒന്നും മാറുന്നില്ലെന്ന് തോന്നുമ്പോഴാണ്. അവിടെയാണ്
അല്ലാഹു മൗനം പാലിക്കുകയാണോ എന്ന ചോദ്യം ഉയരുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ മൗനം അവന്റെ അഭാവമല്ല, അതൊരു പരീക്ഷയാണ്. അവൻ സംസാരിക്കാതിരിക്കുന്നതുപോലെ തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിലെന്താണ് സംസാരിക്കുന്നത് എന്ന് അവൻ നോക്കുകയാണ്. ഈ മൗനം നമ്മുടെ ഈമാൻ പരിശോധിക്കുന്നു. ഫലം മാത്രം നോക്കുന്ന വിശ്വാസമാണോ അല്ലെങ്കിൽ ബന്ധം നോക്കുന്ന വിശ്വാസമാണോ എന്ന്. അല്ലാഹു ഉടൻ മറുപടി തരുമ്പോൾ ദുആ എളുപ്പമാണ്. പക്ഷേ മറുപടി വൈകുമ്പോൾ ദുആ തുടരുന്നത് വിശ്വാസത്തിന്റെ ആഴമാണ്. ഇത് അല്ലാഹുവിന്റെ രീതി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കിയാൽ വലിയ സഹായങ്ങൾക്കു മുൻപ് വലിയ മൗനകാലങ്ങളുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസലാം വർഷങ്ങളോളം കുഞ്ഞിനായി ദുആ ചെയ്തു. മൗനമുണ്ടായിരുന്നു. യാക്കൂബ് നബി അലൈഹിസലാം മകനെ നഷ്ടപ്പെട്ടപ്പോൾ വർഷങ്ങളോളം കണ്ണീർ മാത്രം. പക്ഷേ അവിടെ ഉപേക്ഷിക്കലില്ലായിരുന്നു, പരിശോധന മാത്രമായിരുന്നു. അല്ലാഹുവിന്റെ മൗനം നമ്മെ ശൂന്യമാക്കാനല്ല, നമ്മെ ആഴപ്പെടുത്താനാണ്. ഈ സമയത്ത് അല്ലാഹു നമ്മുടെ വാക്കുകൾക്കല്ല, നമ്മുടെ സ്ഥിരതക്കാണ് മൂല്യം നൽകുന്നത്. മൗനത്തിന്റെ സമയത്ത് ദുആ ഒരപേക്ഷയല്ല, അതൊരു പിടിച്ചുനിൽപ്പാണ്. അല്ലാഹുവിന്റെ മൗനം ശിക്ഷയായിരുന്നെങ്കിൽ ഹൃദയത്തിൽ വിളിക്കാനുള്ള ആഗ്രഹമുണ്ടാകില്ലായിരുന്നു. നീ ഇന്നും യാ റബ്ബ് എന്നു വിളിക്കുന്നുണ്ടെങ്കിൽ മൗനത്തിനിടയിലും അവൻ നിന്നെ പിടിച്ചിരിക്കുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. ഈ പരീക്ഷ ഒരിക്കലും ശാശ്വതമല്ല. മൗനം അവസാനിക്കുമ്പോൾ നീ പഴയ നീ ആയിരിക്കില്ല, കൂടുതൽ ഉറപ്പുള്ള, കൂടുതൽ ശാന്തനായ ഒരുവനായിരിക്കും. ഖുർആനിലെ ദൂരം അനുഭവിച്ച നബിമാർ. നമ്മൾ ചിലപ്പോൾ കരുതും, എനിക്ക് അല്ലാഹുവിൽ നിന്ന് ദൂരം തോന്നുന്നു, അതുകൊണ്ട് ഞാൻ തെറ്റായിരിക്കും എന്ന്. പക്ഷേ ഖുർആൻ ഈ ചിന്ത തന്നെ നമ്മിൽ നിന്ന് മാറ്റുന്നു. അല്ലാഹുവിനോട് ഏറ്റവും അടുത്തവരായ നബിമാർ പോലും ദൂരം അനുഭവിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. ഇത് അവരുടെ കുറവല്ല, അവരുടെ ഉയർച്ചയുടെ ഭാഗമാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം മകനായ യൂസുഫിനെ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ജീവിതം മുഴുവൻ ദുഃഖം നിറഞ്ഞു. അവർ പറഞ്ഞു, എന്റെ ദുഃഖവും വേദനയും ഞാൻ അല്ലാഹുവിനോടു മാത്രമേ പരാതിപ്പെടുന്നുള്ളൂ. ഇവിടെ അനുഭവത്തിൽ ദൂരമുണ്ട്, പക്ഷേ ബന്ധം മുറിയുന്നില്ല. അവർ മനുഷ്യരോട് പരാതിപ്പെടുന്നില്ല, അല്ലാഹുവിനോട് പിടിച്ചുനിൽക്കുന്നു. യൂനുസ് നബി അലൈഹിസ്സലാം ഇരുണ്ട കടലിൽ, ഇരുണ്ട രാത്രിയിൽ, ഇരുണ്ട വയറ്റിൽ, 3 ഇരുട്ടുകൾ, 3 നിലകളിലെ ദൂരം. അവിടെയാണ് അവരുടെ ദുആ ഉയർന്നത്. അവരുടെ ദൂരം ശിക്ഷയായിരുന്നില്ല, അതവരെ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുപ്പിച്ച വഴിയായിരുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം വേദന, രോഗം, നഷ്ടം. അല്ലാഹുവിന്റെ സഹായം വൈകിയതുപോലെ തോന്നി. പക്ഷേ അവർ ചോദിച്ചില്ല എന്തുകൊണ്ട്. അവർ പറഞ്ഞത്, നീ ഏറ്റവും കരുണാനിധിയാണ്. ഇവിടെ ദൂരം പോലെ തോന്നുന്ന സമയത്തുപോലും അല്ലാഹുവിന്റെ സ്വഭാവത്തെ അവൻ മറക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും മൗനത്തിന്റെ കാലമുണ്ടായിരുന്നു. വഹ്യ് താൽക്കാലികമായി വൈകിയപ്പോൾ ശത്രുക്കൾ പറഞ്ഞു, നിന്റെ റബ്ബ് നിന്നെ വിട്ടുപോയി. പക്ഷേ അല്ലാഹു മറുപടി നൽകി, നിന്റെ റബ്ബ് നിന്നെ വിട്ടുപോയിട്ടില്ല. ഇത് നബിക്കു മാത്രമല്ല, നമ്മളിൽ ഓരോരുത്തർക്കുമുള്ള ആശ്വാസവാക്കാണ്. ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതിതാണ്. ദൂരം തോന്നുന്നത് അല്ലാഹു വിട്ടുപോയതിന്റെ തെളിവല്ല, അത് നമ്മെ ഉയർത്തുന്ന വഴിയുടെ ഒരു വളവാണ്. നീ ഇന്ന് ദൂരമനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്കല്ല. ഈ വഴിയിലൂടെ നബിമാർ നടന്നിട്ടുണ്ട്. ഹൃദയം കഠിനമാകുമ്പോൾ. ഹൃദയം കഠിനമാകുന്നത് ഒരുപാട് പേരും വളരെ വൈകിയാണ് ശ്രദ്ധിക്കുന്നത്. കാരണം ഇത് വേദനയായി വരില്ല. നിസ്കാരമുണ്ടാകും, പക്ഷേ ഹൃദയമില്ല. ദുആ ഉണ്ടാകും, പക്ഷേ കണ്ണീരില്ല. നല്ല വാക്കുകൾ കേട്ടാലും ഒന്നും ചലിക്കില്ല. ഇതാണ് ഹൃദയം കഠിനമാകുന്ന ആദ്യ ലക്ഷണം. ഇത് പെട്ടെന്ന് സംഭവിക്കുന്നില്ല. വേദനയെ അവഗണിക്കുന്നതിലൂടെ കഠിനത വളരുന്നു. തെറ്റുണ്ടായിട്ടും അകത്ത് ഒരു വിങ്ങലും ഉണ്ടാകാതിരിക്കുക, ഇതാണ് അപായകരമായ ഘട്ടം. കാരണം വിങ്ങലില്ലെങ്കിൽ മടങ്ങിവരാനുള്ള ആഗ്രഹവും മങ്ങും. ഹൃദയം കഠിനമാകുമ്പോൾ അല്ലാഹുവിന്റെ വാക്കുകൾ ശബ്ദമായി കേൾക്കും, പക്ഷേ അർത്ഥമായി ഇറങ്ങില്ല. ഇത് അല്ലാഹു നമ്മെ വിട്ടുപോയതിന്റെ തെളിവല്ല, നമ്മൾ ദീർഘകാലം സ്വയം അവഗണിച്ചതിന്റെ ഫലമാണ്. ഖുർആൻ പറയുന്നു, പിന്നീട് അവരുടെ ഹൃദയങ്ങൾ കല്ലുപോലെ അല്ലെങ്കിൽ അതിലും കഠിനമായി. ഇത് ശിക്ഷയായി അല്ല, മുന്നറിയിപ്പായി പറയുന്നതാണ്.
ഹൃദയം കഠിനമായാലും അത് മരിച്ചിട്ടില്ല. വേദനിപ്പിക്കാത്ത കഠിനത തന്നെയാണ് ഇനിയും ജീവിക്കുന്നതിന്റെ അടയാളം. ഒരു ചെറിയ കാര്യം വീണ്ടും ഹൃദയം തുറക്കാം. ഒരു സത്യമായ യാ റബ്ബ്, ഒരു നിശബ്ദ കണ്ണീർ, ഒരു രാത്രി മറ്റാരും കാണാതെ ചൊല്ലുന്ന ദുആ. ഹൃദയം വീണ്ടും മൃദുവാകാൻ വലിയ അമലുകൾ ആവശ്യമില്ല. സത്യമായ മടങ്ങിവരവ് മതി. അല്ലാഹു കഠിന ഹൃദയങ്ങളെ തള്ളുന്നില്ല, അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. നീ ഇന്നും ഈ വിഷയം കേൾക്കുന്നത് തന്നെ ഒരടയാളമാണ്. ഹൃദയം ഇനിയും പൂർണ്ണമായി കല്ലായിട്ടില്ല. വീണ്ടും അടുത്താകാം. എങ്ങനെ? അല്ലാഹുവിനോട് വീണ്ടും അടുത്താകാൻ ഒരു പ്രത്യേക ദിനമോ ഒരു വലിയ സംഭവമോ കാത്തിരിക്കേണ്ടതില്ല. അടുത്താകൽ ഒരു നിമിഷ തീരുമാനത്തിൽ നിന്നും തുടങ്ങുന്നതാണ്. ഞാൻ മാറി എന്ന് അല്ലാഹുവിനോട് പറയുന്നതിനു മുൻപ് ഞാൻ തിരിച്ചുവരുന്നു എന്നു പറയുന്നതാണ് പ്രാധാന്യം. പിഴവുകൾ തീർത്തു കഴിഞ്ഞു വരാം എന്ന ചിന്ത നമ്മളെ വൈകിപ്പിക്കും. അല്ലാഹു നമ്മളോട് ചോദിക്കുന്നത് പരിപൂർണതയല്ല, മടങ്ങിവരലാണ്. വീണ്ടും അടുത്താകാൻ വലിയ ദുആകൾ ഓർമ്മിക്കണമെന്നില്ല. ഹൃദയത്തോടെ പറയുന്ന ഒരു യാ റബ്ബ് മതി. നിസ്കാരം കൃത്യമായി വരും. പിന്നീട് ദിക്റ് പതിയെ ശീലമാകും. പക്ഷേ ബന്ധം ഇപ്പോൾ പുനഃസ്ഥാപിക്കണം. ഒറ്റയടിക്ക് മാറേണ്ട. ഒറ്റക്കാര്യത്തിൽ സ്ഥിരത വളർത്തുക. ദിവസത്തിൽ ഒരു നിമിഷം മറ്റാരും കാണാതെ അല്ലാഹുവിനോട് സംസാരിക്കുക. വാക്കുകളില്ലെങ്കിൽ മൗനം തന്നെ ദുആ ആകട്ടെ. അല്ലാഹുവിന്റെ സന്നിധിയിൽ നടിക്കുന്നവരാകേണ്ട. നീ തളർന്നിരിക്കുകയാണെങ്കിൽ അതേ അവസ്ഥയിൽ അവന്റെ അടുക്കൽ വരാം. അല്ലാഹു ദൂരത്തുനിന്ന് വിളിക്കുന്നവനെ കാത്തിരിക്കില്ല. ഒറ്റ ചുവട് നീ എടുക്കുമ്പോൾ അവൻ ഒരുപാട് ചുവടുകൾ നിന്റെ ഭാഗത്തേക്ക് വയ്ക്കും. ഇതാണ് അടുത്താകലിന്റെ സുന്ദരമായ രഹസ്യം. നമ്മിൽ പലരും ദുആയെ ഒരു ലിസ്റ്റായി മാറ്റിയിരിക്കുന്നു. ഇത് വേണം, അത് പരിഹരിക്കണം, ഇത് മാറണം. പക്ഷേ ദുആ വാക്കുകളുടെ പട്ടികയല്ല, അതൊരു സംഭാഷണമാണ്. പുതിയ രീതിയിൽ ദുആ പഠിക്കണം എന്നത് പുതിയ വാക്കുകൾ പഠിക്കണമെന്നല്ല, പുതിയ സമീപനം പഠിക്കണമെന്നാണ്. ദുആ തുടങ്ങുന്നത് ആവശ്യങ്ങളിൽ നിന്നാകരുത്, ബന്ധത്തിൽ നിന്നാകണം. ആദ്യം അല്ലാഹുവിന്റെ സന്നിധിയിൽ നിന്ന് ഒഴിച്ചോടാതെ നിൽക്കാൻ പഠിക്കുക. വാക്കുകളില്ലെങ്കിലും അവിടെ നിൽക്കുക. ഇതാണ് ദുആയുടെ ആദ്യ പാഠം. പിന്നെ അല്ലാഹുവിനോട് വാദിക്കരുത്, വിശദീകരിക്കുക. എനിക്കിത് അർഹമല്ല എന്നു പറയാം. ഞാൻ തളർന്നിരിക്കുന്നു എന്നു പറയാം. ദുആയിൽ ശക്തനായി നടിക്കണ്ട, സത്യമായിരിക്കുക. പുതിയ ദുആരീതി നമ്മെ ശാന്തമാക്കുന്നതായിരിക്കണം. ദുആ കഴിഞ്ഞപ്പോൾ ഹൃദയം കൂടുതൽ ഭാരമുള്ളതായാൽ നമ്മൾ തെറ്റായ വഴിയിൽ സംസാരിച്ചിരിക്കുന്നു. അല്ലാഹു ദുആ കേൾക്കുന്നവനാണ്, പരീക്ഷിക്കുന്നവനല്ല. ദുആയിൽ നിശബ്ദത ചേർക്കുക. എല്ലാ നിമിഷവും വാക്കുകൾ വേണ്ട. മൗനം പോലും ഒരപേക്ഷയാണ്. ദുആ ചെയ്യുമ്പോൾ സമയം നോക്കരുത്, മിനിറ്റുകൾ എണ്ണരുത്. ഹൃദയം തുറക്കുന്നവരെ ഇരിക്കുക. പുതിയ രീതിയിലെ ദുആയിൽ അവസാനം ഒരപേക്ഷ മാത്രം. യാ അല്ലാഹ്, എനിക്ക് നീ മതി. ഇത് എല്ലാ ദുആകളുടെയും മധ്യബിന്ദുവാണ്. ഈ ദുആയിൽ ഉത്തരം എപ്പോൾ വരുമെന്നത് നമ്മുടെ കയ്യിലല്ല. പക്ഷേ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നത് ഉടൻ തന്നെ നടക്കും. യാ അല്ലാഹ്, നമ്മൾ ദൂരമാണെന്ന് തോന്നുമ്പോഴും നീ ഞങ്ങളോട് ഏറ്റവും അടുത്തവനാണെന്ന് നമ്മുടെ ഹൃദയങ്ങൾക്ക് അനുഭവിപ്പിക്കണേ. നമ്മെ നിന്നിൽ നിന്ന് ഒരിക്കലും ദൂരമാക്കരുതേ. ഈ ലോകത്തും ആഖിറത്തിലും സമാധാനം നൽകണേ. ആമീൻ. ഈ അറിവ് എല്ലാവരിലേക്കും എത്തിക്കുക. ഈ വിനീതനെയും കുടുംബത്തെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക എന്നപേക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.